നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ബിഒക്യുടെ ബലത്തിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്ലയന്റ് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ അൺഫോർസീൻ എക്സ്പെൻസസ് ഉണ്ടാവും. നമ്മളിപ്പോ എത്രയൊക്കെ നമ്മൾ കൂട്ടി കുറച്ച് നോക്കി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന കുറച്ച് അൺഫോർസീൻ ഐറ്റംസ് അല്ലെങ്കിൽ അൺഫോർസീൻ എക്സ്പെൻസസ് ഉണ്ടാവും. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിദ ഫസ്ലിൻ ആണ്. ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ 4+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നിദ ഫസ്ലിൻ ഉള്ളത്. ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ നിദ. ഹായ്. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ക്വാണ്ടിറ്റി സർവേയർ അഡോപ്റ്റ് ചെയ്യേണ്ട ന്യൂ ടെക്നോളജീസ് ആൻഡ് ടൂൾസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളൊരു ക്യൂഎസുകൾക്ക് നമ്മളെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കോമ്പറ്റീറ്റീവായി നിൽക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, പുതിയ ബഡിങ് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ബഡിങ് ക്യൂഎസുകൾ ആയിക്കോട്ടെ, ഒരുപാട് വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഇടയിൽ നമുക്കൊന്ന് യൂണീക്ക് ആയിട്ട് നിൽക്കാനും നമ്മളുടെ ഒരു പോർഷൻ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് മേലെ നിൽക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇങ്ങനെ നമുക്കൊന്ന് നമ്മളുടെ ഓൾറെഡി ഉള്ള ആ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് നമ്മളുടെ അതേ ലെവലിലുള്ള കുറെ ക്യൂഎസുകൾ ഉണ്ടാവും. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ ടൂൾസ് നമ്മൾ എപ്പോഴും എംബ്രേസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു ടൂൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ കുറച്ച് ആക്യുറസി കൂടും. നമ്മളിപ്പോൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആക്യുറസി കുറയാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമൻ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ നമ്മൾ ഹ്യൂമൻലി നമ്മൾ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത്തരം ടെക്നോളജീസും ടൂൾസും ഒക്കെ നമ്മൾ എംബ്രേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്ട്രീം ലൈൻ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. അതേപോലെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ ആയിക്കോട്ടെ, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, പ്രൊജക്ട് മാനേജ്മെന്റ് ആയിക്കോട്ടെ, പ്രൊക്യൂർമെന്റ് ആയിക്കോട്ടെ, ഡാറ്റ അനാലിസിസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മളുടെ ഒരു എഫിഷ്യൻസി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് ടൂൾസും ടെക്നോളജീസും ഒക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു പോയിന്റിൽ ഒരിക്കലും ഇത് നമ്മുടെ കംഫർട്ട് സോൺ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യരുത്. എപ്പോഴും നമ്മൾ ആ ഒരു കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അതല്ല എങ്കിൽ നമ്മൾ പുതിയ ടൂൾസ് പഠിച്ച് നമ്മളുടെ ലെവൽ ഒന്ന് അപ്പ് ചെയ്ത് പോകാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഒരിക്കലും ഒരു പോയിന്റിൽ നിൽക്കരുത്. മേ ബി നമ്മൾക്ക് ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഓക്കെ, എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു, നമ്മൾ സെറ്റ് ചെയ്തൊരു ഗോൾ ഉണ്ടാവും, അവിടെ എത്തിയെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ മേലോട്ടേക്ക് തന്നെ പോകണം. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് കാര്യങ്ങളാണ് BIM, ലൈക്ക് ബിൽഡിംഗ് ഇൻഫോർമേഷൻ മോഡലിംഗ്, അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്. അതല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ആവാം, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് ആവാം. ഇതൊക്കെ ക്വാണ്ടിറ്റി സർവീസിന് ആ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒന്ന് കോമ്പറ്റീറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് യൂണീക്ക് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ എപ്പോഴും നമ്മളൊരു ഇൻഡസ്ട്രിയിൽ, അത് ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, US ഇൻഡസ്ട്രി എന്നല്ല, അതിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നല്ല, ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പൊസിഷൻ വേണമെങ്കിൽ, നമ്മളെ കുറച്ചു പേരുടെ ഇടയിൽ നമ്മളെ ബാക്കിയുള്ളവരൊന്ന് യൂണീക്ക് ആയിട്ട് എടുത്തു കാണിക്കണമെങ്കിൽ, നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസ്, ആ ഒരു ഫ്യൂച്ചറിന് അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. നമ്മളൊരു 2 കൊല്ലത്തിന് ശേഷം എങ്ങനെയായിട്ടുള്ളത് ആദ്യമേ ഫോർകാസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റണം എന്നുള്ളതാണ് ഇൻഡസ്ട്രിയിൽ നമ്മളെപ്പോഴും കോമ്പറ്റേറ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് റോൾസ് ആണ് ഒരു ക്വാണ്ടിറ്റി സർവേയറിനുള്ളത്? റോൾസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്നത്, എപ്പോഴും ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം കോസ്റ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറിന്റെ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യണം. അതൊക്കെ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. അതല്ലാതെ കുറച്ചും കൂടി ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ റോൾസിലേക്ക് പോവുകയാണെങ്കിൽ, അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേക്ക് ഹോൾഡറിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇന്ന റേഞ്ചിൽ എനിക്ക് ആ ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അതൊരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എനിക്ക് ആ ലാസ്റ്റ് ഒരു എസ്തെറ്റിക് ഇന്ന രീതിയിൽ വേണം. സ്റ്റേക്ക് ഹോൾഡറിന് ഒരു ആഗ്രഹം ഉണ്ട്. സോ നമ്മൾ ക്യൂസ് ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവിടെ നമ്മളുടെ ഒരു പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഉള്ള ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല. അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്തും, പ്രൊക്യൂർമെന്റ് ചെയ്യുന്ന സമയത്തും, ആ ഒരു വർക്ക് ഡൗണിന്റെ വാല്യൂഷന്റെ സമയത്തും, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സർവീസ് എപ്പോഴും നോക്കേണ്ടത്, നമ്മളുടെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് ആണ്.
ഒരു വർക്ക് നടക്കുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ ആ ഒരു വർക്ക് പ്രപ്പോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് കോസ്റ്റ്. അവിടെ വർക്ക് അവിടെ നടന്നിട്ടില്ല, നടക്കുന്നതിന് മുന്നേ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇന്ന പ്ലാസ്റ്ററിങ്ങിന് ഇത്രയാവും, അല്ലെങ്കിൽ പെയിന്റിങ്ങിന് ഇത്രയാവും, അല്ലെങ്കിൽ ഫിനിഷിംഗ് വർക്കിന് ഇത്രയാവും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു BOQ ബലത്തിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്ലയന്റ് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവര് QS പറഞ്ഞിട്ടുണ്ട് ഒരു 10 lakhൽ വർക്ക് നിൽക്കുന്നു. അപ്പൊ അവര് ആ ഒരു 10 lakh എങ്ങനെയോ സംഘടിപ്പിച്ചായിരിക്കും ഇവർ ചിലപ്പോൾ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. സോ ആ ഒരു വർക്ക് നടക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു വർക്കിന്റെ എക്സിക്യൂഷന്റെ സമയത്ത് എന്താണ് ആ ഒരു 10 lakh എന്ന് പറഞ്ഞ ബഡ്ജറ്റിൽ അത് ഒതുങ്ങിയിരിക്കണം. അതിൽ കുറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഒരു 5% പ്ലസ് ഓർ മൈനസ് അത് നമുക്ക് ഇഷ്യൂസ് ഉള്ള കാര്യമില്ല. അതിനേക്കാളും മേലെ ഒന്നും കോസ്റ്റ് പോവാൻ പാടില്ല. നമ്മളപ്പോ കോസ്റ്റ് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ റിക്വയർമെന്റ്സ് ഒന്നും മീറ്റ് ചെയ്യാതെ ഡിസൈൻ ചെയ്യുക, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. സോ അവരുടെ എല്ലാ റിക്വയർമെന്റ്സും നമുക്ക് എല്ലാം ഹൈ ക്വാളിറ്റിയിൽ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാന്നുള്ളതാണ് ക്വാണ്ടിറ്റി സർവേയർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ അവർക്ക് ലീഗൽ മാറ്റേഴ്സിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിലായിക്കോട്ടെ നമുക്ക് അഡ്വൈസ് ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് നമുക്ക് എന്തെങ്കിലും അവരുടെ ഒരു വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവർക്ക് ലീഗലിയോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലിയോ നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അതാവുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും റിസ്കോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ. കോസ്റ്റ് മാനേജിംഗ് ആൻഡ് ബഡ്ജറ്റ്മെന്റ് ഫോർ എ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒരു ക്വാണ്ടിറ്റി സർവേയറിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ഒരുപാട് വേസിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ. ഒബ്വിയസ്ലി നമ്മളിപ്പോ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു വർക്കിന് കറക്റ്റ് ആയിട്ട് എത്ര ലേബേഴ്സ് വേണം, അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽസ് വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ അതർ റിസോഴ്സസ് ആണ് വേണ്ടതെന്ന് നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ടേക്ക് ഓഫ്സും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വർക്കിന്റെ ഡ്രോയിങ്ങും സ്പെസിഫിക്കേഷൻസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എത്രയാണ് ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഒരു ഐറ്റം എന്നല്ല ആ ഒരു എൻ്റെ വർക്കിന്റെ എല്ലാ ഐറ്റംസും എടുത്തിട്ട് ഇതിന് ഇത്ര ക്വാണ്ടിറ്റി ആവും, ഇത്ര മെറ്റീരിയൽ ആവും, ഇത്ര ലേബർ ആവും, ഇത്ര എക്യുപ്മെന്റ് ആവും എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കും. അതാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് വേ. പിന്നെ രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിന്റെ ട്രെൻഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ അൺഫോർസീൻ എക്സ്പെൻസസ് ഉണ്ടാവും. നമ്മളിപ്പോ എത്രയൊക്കെ നമ്മൾ കൂട്ടി കുറച്ച് നോക്കി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന കുറച്ച് അൺഫോർസീൻ ഐറ്റംസ് അല്ലെങ്കിൽ അൺഫോർസീൻ എക്സ്പെൻസസ് ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ആണ്. ക്വാണ്ടിറ്റി സർവേസിന് നമ്മൾ ആ ഒരു പ്രൊജക്ടിന്റെ കോസ്റ്റ് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. നമ്മളൊരു എൻറ്റയർ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ബിഫോർ ദ വർക്ക് അല്ല, ആ ഒരു വർക്കിന്റെ എക്സിക്യൂഷനും അതിന്റെ ലൈഫ് സൈക്കിളിന്റെ സമയത്ത് നമ്മൾ അതിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് വാരിയൻസസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ ആ ഒരു പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു വർക്ക് നിൽക്കും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വാല്യൂ എഞ്ചിനീയറിംഗ്. നമ്മൾ അവിടെ വാല്യൂ എഞ്ചിനീയറിംഗിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവ്സ് ഒക്കെ കൊടുക്കാൻ മെറ്റീരിയൽസിന് നമുക്ക് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനും പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ ക്വാളിറ്റി അതിന്റെ ഒപ്പം എന്താവില്ല കുറയാതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് വാല്യൂ എഞ്ചിനീയറിംഗിന്റെ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ടെൻഡറിങ് ആൻഡ് പ്രൊക്യൂർമെന്റ്. നമ്മളിപ്പോ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ടെൻഡർ കൊടുക്കാം. നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനും സബ് കോൺട്രാക്ടേഴ്സിനെയും സെലക്ട് ചെയ്യും. അവരുടെ കോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷൻസ് വെച്ചിട്ട് ആ ഒരു വർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വർക്ക് നമ്മൾ ഈ കോൺട്രാക്ടേഴ്സിനും സബ് കോൺട്രാക്ടേഴ്സിനും കൊടുക്കുന്ന സമയത്ത് കുറെ പേര് വരും ടെൻഡറിങ്ങിന്. നമുക്കറിയാം ടെൻഡറിങ്ങിന്റെ പ്രോസസ്സ് അങ്ങനെ തന്നെയാണ്. ഒരുപാട് കോൺട്രാക്ടേഴ്സും സബ് കോൺട്രാക്ടേഴ്സും വന്നിട്ട് അവരിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആരെ സെലക്ട് ചെയ്യാണ്. അത് അവരുടെ ബഡ്ജറ്റ് ഏറ്റവും ലോ ആയ ആളല്ല നമ്മൾ സെലക്ട് ചെയ്യുക. അവരുടെ എക്സ്പീരിയൻസും അവർ പെർട്ടിക്കുലർലി അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ഇത്രത്തോളം നമ്മൾ അവർ കൊടുക്കുന്ന വർക്കിന് സിമിലർ ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിനൊരു കോൺട്രാക്ടറിനെ ആയിക്കോട്ടെ സബ് കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്തത്. സോ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡറിങ്ങും പ്രൊക്യൂർമെന്റും ആണ്.
പിന്നെ വരുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടിറ്റി സർവേസ് ഒരുപാട് ഇതേപോലത്തെ ആൾട്ടർനേറ്റീവ്സും അല്ലെങ്കിൽ ഇതേപോലത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കുറെ റിസ്കുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ആ ഒരു റിസ്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം. അത് നമ്മളുടെ പ്രൊജക്ട് കോസ്റ്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും. അത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെ അതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മളെ ഫിനാൻഷ്യൽ എക്സ്പോഷർ മിനിമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റിന്റെയും ബഡ്ജറ്റിന്റെയും മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു ക്വാണ്ടിറ്റി സർവേയറിന് വേണ്ട കീ സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? യാ ഷുവർ. നമ്മളിപ്പോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി സർവേനെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കില്ല് മാത്രം പോരാ, ഒരുപാട് സ്കിൽസ് വേണ്ടി വരും. അതായത് ടെക്നിക്കൽ സ്കിൽസ് വേണ്ടി വരും, ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണ്ടി വരും, അതേപോലെ ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വേണം. ഇതൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളാണ്. സോ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ടെക്നിക്കലി, നമ്മളിപ്പോ നമ്മുടെ വർക്കിൽ ടെക്നിക്കലി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു പ്രൊഫിഷ്യൻസി ആണ്. ക്വാണ്ടിറ്റി സർവേന്റെ മെത്തേഡ്സ് ആയിക്കോട്ടെ, ടെക്നിക്സ് ആയിക്കോട്ടെ, അവരുടെ സോഫ്റ്റ്വെയർ ടൂൾസ്, ഇതിലൊക്കെ ഉള്ള ഒരു പ്രൊഫിഷ്യൻസി, അത് നമുക്ക് ടെക്നിക്കൽ സ്കിൽസിൽ പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് മാത്തമെറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് വേണം. നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മാത്തമെറ്റിക്കലി ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം എന്തായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഫൈനാൻഷ്യൽ അനാലിസിസിലായിക്കോട്ടെ, ബഡ്ജറ്റിലായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് സ്ട്രോങ് മാത്തമാറ്റിക്കൽ സ്കിൽസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ആ ഒരു നോളജ് വേണം. ആ ഒരു മെത്തേഡ്സ്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന റെഗുലേഷൻസ്, കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഫെമിലിയർ ആയിരിക്കണം. നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കുറച്ച് ഫെമിലിയർ ആയിരിക്കണം. ഇനിയിപ്പോൾ കോൺട്രാക്ട്സ് ആയിക്കോട്ടെ, പ്രൊക്യൂർമെന്റ് സൈഡ് വെച്ചായിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ലോസ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കണം. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ട്രിഗർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ അവരുമായിട്ട് പോയിട്ട് ഒരു ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലേക്കല്ല നമ്മൾ എത്തുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എപ്പോഴും അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാനും എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വരികയാണെങ്കിൽ അതിനൊരു റെസൊല്യൂഷൻ കാണാനും ഒക്കെയുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. ഓൾസോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ടീം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളായിരിക്കും ചിലപ്പോൾ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്. സോ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റി സർവേയിൽ ഒരു ഡിഗ്രി വേണം. അതല്ല എങ്കിൽ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മളൊരു ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ സർട്ടിഫിക്കേഷൻസ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് നമ്മളുടെ MRICS അതല്ലെങ്കിൽ CQS സർട്ടിഫൈഡ് ക്വാണ്ടിറ്റി സർവേയർ, അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നവരുണ്ട്. ചില ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ഒരു ഡിഗ്രി എടുക്കും. അതല്ലാത്ത ആളുകൾ ചിലപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തതിന് ശേഷം പിന്നെ സർട്ടിഫിക്കേഷൻസ് ചെയ്യാണ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ഏത് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അത് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എക്സ്പീരിയൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്റേൺഷിപ്പിലൂടെ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിലൂടെ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ എൻട്രി ലെവൽ പൊസിഷൻസിലൂടെ ഒക്കെ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് കുറച്ച് റോൾസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. നമുക്ക് കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമല്ല. നമ്മൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ പ്രോഗ്രസീവ്ലി നമ്മളൊരു ഒരു ക്വാണ്ടിറ്റി സർവേ ഫേമിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും. നമ്മളെ റോൾസിൽ കൺസ്ട്രക്ഷൻ കമ്പനീസിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫേംസിലോ ഗവൺമെന്റ് ഏജൻസീസിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള നോളജും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ ടെക്നോളജി എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്? ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് ആണ്. നേരത്തെ നമ്മളൊരു കാര്യം ചോദിച്ചു, നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യം വേണം, അവിടെയും നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം തിങ് തന്നെയാണ്. നമ്മൾ ആ ഒരു കുറെ പുതിയ ടൂൾസും ടെക്നോളജി നമ്മൾ എംബ്രേസ് ചെയ്യണം. നമുക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നമ്മൾ ഒന്ന് യൂണീക്ക് ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടെക്നോളജി കാര്യങ്ങൾ നമ്മൾ പിടിച്ചു നിൽക്കേണ്ട ആവശ്യങ്ങളുണ്ട്. സോ ടെക്നോളജിക്ക് ഒരു സിഗ്നിഫിക്കന്റ്ലി ഒരു ഇമ്പാക്ട് നമ്മളുടെ QS ഫീൽഡിലുണ്ട്. അത് ലൈക്ക് നമ്മുടെ അക്യുറസി ഇൻക്രീസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്നതാവാം, അങ്ങനത്തതൊക്കെ. സോ അതിനൊക്കെ നമ്മൾ ടൂൾസ് ലൈക്ക് BIM എന്നുള്ള ടൂൾസ്, 3D ലേസർ സ്കാനിങ്, സോഫ്റ്റ്വെയർ ഫോർ കോസ്റ്റ് എസ്റ്റിമേഷൻ, ഇങ്ങനത്തെ ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ ആയിട്ട് നമ്മൾ യൂസ്ഡ് ആയിരിക്കണം.
സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ക്വാണ്ടിറ്റി സർവേസ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു ബെറ്റർ കൊളാബറേഷന് വേണ്ടി നമുക്ക് അലൗ ചെയ്യാൻ പറ്റും, നമുക്ക് ഫാസ്റ്റർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയതായിട്ടുള്ള ഒരു ടെക്നോളജീസ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജീസ് നമ്മൾ യൂസ് ടു ആവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ ഫീൽഡിലേക്ക് ഒരു സ്പാർക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒട്ടും എത്തണമെന്ന് ആഗ്രഹിക്കാതെയാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് എത്തിപ്പെടുന്നത്. സോ ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് മാത്രം എയിം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് ടിൽ മൈ +2. പിന്നെ അവിടെ നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഞാൻ എത്തി. ആ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എത്തിയ സമയത്ത് പോലും എനിക്ക് എന്താവും എന്റെ ഫ്യൂച്ചർ എന്നുള്ളതിൽ എനിക്കൊരു എത്തും പിടിയില്ലായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് നമ്മൾ പ്ലാന് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നു. അതല്ലാത്ത രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ പോയിട്ട് സൈറ്റ് വർക്ക് ചെയ്യുന്നു. ഇതായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സൈറ്റിൽ പോയിട്ട് ചെയ്യാന്നുള്ളത് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ആണെന്നുള്ളത് ഞാൻ ചിന്തിച്ച സമയത്ത് അതായിട്ട് എനിക്ക് അത്രയായിട്ട് ഒരു പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ വരുന്നത് ഓഫീസ് വർക്കാണ്. ഓഫീസ് വർക്ക് ആവുന്ന സമയത്തും നമ്മൾ ഈ ഡിസൈൻ ചെയ്യാന്ന് പറയുന്നതിൽ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ പിന്നെയും റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളുടെ ആ ഒരു സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗേൾസിനാവുന്ന സമയത്തും സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പിന്നെയും നമുക്കൊരു ആളുകളുടെ ഇടയിൽ നമ്മളൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം വരാനുള്ള ഒരു പ്രോസസ്സ് എന്ന് മാത്രമാണ്. സോ അങ്ങനത്തെ കേസിലൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സുഖല്ലേ, എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് അത് പാസ്സാക്കി കൊടുക്കാൻ, ഒരു സൈൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടില്ലെന്നും. അപ്പൊ അവിടെ ഒന്നും പേയ്മെന്റ് അല്ലായിരുന്നു എനിക്ക് വേണ്ടത്, എനിക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണം എന്നായിരുന്നു. ആ ഒരു ടൈമിലാണ് എനിക്ക് QS കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് QS കുറിച്ച് അറിയത്തേ ഇല്ല. നമുക്ക് ഫോർത്ത് ഇയറിലാണെന്ന് തോന്നുന്നു, അല്ല തേർഡ് ഇയറിൽ, ആ ഒരു ഇയറിൽ നമുക്കൊരു QSV എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. ആ ഒരു സബ്ജക്റ്റിൽ നമുക്കുള്ളത് എസ്റ്റിമേഷൻ ആണ്. ലൈക്ക് ഒന്നുമില്ല, അതിൽ നമുക്കൊരു സിംഗിൾ റൂം എസ്റ്റിമേഷൻ, ഒരു സെപ്റ്റിക് ടാങ്കോ ഒരു സോക്ക് പിറ്റിന്റെ എങ്ങാനും എസ്റ്റിമേഷനെ നമുക്കുള്ളൂ. പക്ഷെ അത് ചെയ്ത സമയത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, ഇത് കൊള്ളാലോ എന്ന്. എനിക്ക് ക്ലാസ്സിൽ പലർക്കും ചെയ്യാൻ പറ്റാതെ നമ്മൾക്ക് കുറച്ച് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു കാര്യം, നമ്മളൊരു സോക്ക് പിറ്റോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെപ്റ്റിക് ടാങ്കിലൊന്നും ഇന്നർ സൈഡിൽ എന്ത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്യാന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടുന്ന് മാം പറയുന്ന കാര്യങ്ങൾ ക്ലിക്ക് ആവാനും അത് ഇമാജിൻ ചെയ്തിട്ട് അതിന്റെ എസ്റ്റിമേഷൻ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി, അങ്ങനെയാണ് ഞാൻ ഒരു QS എന്നുള്ള ഒരു ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അന്ന് തന്നെ നമ്മൾ ആ ഒരു HOD ആയിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ആ ഒരു മാമും പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിലേക്ക് പോകാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി ആവാം, ഈ ഒരു സബ്ജക്ട് എടുക്കാന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു QS ഫീൽഡിന്റെ മൊത്തം ഓപ്പർച്യൂണിറ്റീസ് എന്റെ മുന്നിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ കോളേജിൽ ഒരു CBGയുടെ ഒരു ആഡ് വരുന്നത്. ആഡല്ല, കുറച്ച് സാർമാര് വന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത്. അവിടെ നിന്നാണ് എനിക്ക് എന്താണ് QS, അല്ലെങ്കിൽ ആ ഒരു QS ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളമാണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ കേസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, വളരെ പേയ്മെന്റ് കുറവാണ് നമ്മൾ എഞ്ചിനീയേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. ആ ഒരു സ്ഥലത്ത് നമുക്ക് ഹൈ പെയ്ഡ് സാലറിയിലേക്ക് നമ്മൾ ഇത്രയും പെട്ടെന്ന് എത്താൻ, നമുക്ക് അറിയുന്ന കാര്യം, നമ്മൾ ഓൾറെഡി നമ്മളുടെ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് പോകാൻ പറ്റുന്ന ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. ദെൻ ഞാൻ എൻ്റെ കോളേജ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ QSൽ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സർട്ടിഫിക്കേഷൻ എല്ലാം ലൈവ് ആയിട്ടുള്ള പ്രൊജക്ട് ആയിരുന്നു. ബിൽ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, BOQ ആയിക്കോട്ടെ, അതല്ല എസ്റ്റിമേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ആൻഡ് എക്സ്ട്രാ ഇങ്ങനത്തെ കാര്യമൊക്കെ ലൈവ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ ഞങ്ങൾ ഡീൽ ചെയ്ത് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. സോ അത് പഠിച്ചു വന്ന സമയത്ത് ഇതെനിക്ക് എളുപ്പമായി. പിന്നെ എനിക്ക് അതിനോടൊരു പാഷൻ വന്നു. ഓരോ വർക്ക് കിട്ടുന്ന സമയത്തും അതിൽ എന്ത് പുതിയതായിട്ടൊരു കാര്യം പഠിക്കാന്നുള്ളൊരു പാഷൻ എനിക്ക് ക്രിയേറ്റ് ആയി. അങ്ങനെ ഞാൻ ഒരു QS ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് അവിടെ ജോബ് കിട്ടുകയുണ്ടായത്. ആ ഒരു ജോബ് കിട്ടിയപ്പോൾ അവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അവിടെ ഒരു ടീം വർക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടീം വർക്കിലൂടെ പുതിയ വർക്കിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവാൻ തുടങ്ങി.
ഓരോ വർക്ക് വരുന്ന സമയത്തും സത്യം പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ വർക്ക് കിട്ടുമ്പോഴും നമ്മൾ ഓക്കെ ഇതിൽ എന്ത് പുതിയത് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് ആ ഓരോ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു BOQ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 7 days ആണ് എടുത്തതെങ്കിൽ ഇപ്പൊ നമ്മളൊരു 1 day കൊണ്ടും ഹാഫ് ഡേ കൊണ്ടൊക്കെ നമ്മളൊരു BOQ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തി. അത് നമ്മുടെ പാഷൻ കാരണം മാത്രമാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. പിന്നെ ഒരിക്കലും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ നമ്മൾ ഒതുങ്ങിക്കൂടി പോകരുത്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റുന്നതും ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. Okay, Nida. Sincerely grateful for your time and thank you so much for your assistance, Nida. Thank you. Have a nice day. താങ്ക് യു സോ മച്ച്.